അതെ, പണമാണല്ലോ പ്രശ്നം. ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഞാനെന്താ അഭ്യാസം പഠിച്ച കുരങ്ങോ മറ്റോ ആണ് വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ? ഒരവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെ അത്രയും കഴിവ് എനിക്കില്ലടാ മോനെ. ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട, പിടിച്ചോ. ആശാന്റെ ഒരു രണ്ടുപേരെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കൂ? എപ്പ തരും? എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാണ്ടല്ലോ, ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. സാബ് വിഷമിക്കുന്നു വേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ പോയിട്ട് വന്നേക്കാം. ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. മുതലാളി ആഗസ്റ്റ് 15 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. പടക്ക് കിട്ടിട്ട് എന്തിനാ പട്ടിട്ട് അണ്ണാക്കിലിട്ട് പൊട്ടിക്കാനാ? പടക്കല്ല പണ്ടിറങ്ങാനായിട്ട് പതക്കം. മുതലാളി ഒന്ന് എന്താടാ ഓടിച്ച നീ മരുന്ന് മേടിച്ചിട്ടുണ്ടോ? ഇവിടെ ഉള്ള മറന്നു കൊടുത്താൽ മതി, അര സ്പൂൺ വെച്ച്. എന്നെ ചവിട്ടിട്ട് നീ കരയുന്നോളാം ജോണ്ടി. സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററെ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ഈ കിടക്കണത് ആരാണെന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ്, ലക്ഷപ്രഭു. കിടക്കും ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. വന്നു ആര്? ബോധം. ഭൂതമല്ല, ബോധം. മോനെ നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? എങ്ങനെ കേൾക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. നിന്നെ രക്ഷിച്ച വകയിൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്നാണ് കിട്ടണം. ബോധം പോയി. പോകുമല്ല, ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. ഇവൻ ബദിരന് മൂങ്ങനുമാണ്. മൂണുങ്ങ് ഇട കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. ഇതാണ് കിട്ടിയ സാധനം. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട. അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. എന്താണ് ഒരു സൈഡ് വലിവ്? അവന് വിശക്കനുണ്ടാവും മുതലാളി. പാവം, പറയാനറിയാൻ പാടില്ലല്ല. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. മുതലാളി, അവനെ കാണാനില്ല. ഇത് പൊട്ടന്മാരി കളിക്കാനുള്ള സാധനമല്ല. ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണ? മിച്ചട ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. പുറം കടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ, ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്, കടം മേടിച്ച കൊടുക്കൂല. ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെണ്ടി. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം. അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട്. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. വന്നാട്ടെ, വന്നോട്ടെ. അയ്യോ, അത് വേണ്ട. എനിക്ക് മുതലാളിനെ പിരിച്ചിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി, എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ഒരെണ്ണമല്ല, 2 ഇതൊക്കെ പഴയതാ. ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. ആഹാ, അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിച്ചു. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്ന ഒന്നുമില്ലേ? ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടോ? എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? നാഹി എന്ന് പറഞ്ഞാൽ നാഹി. ഓടോ ഹേ. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്! പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. വെച്ചെന്നിട്ട് അലക്കാൻ പറ്റുള്ള ഇത്തിരി ചോറ് തരും. ചോറെത്ര ദൂരെ കൊണ്ട് വെച്ചേക്കുന്നത്? നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈയഴു. അത് ഇത് തിന്നാനായിട്ട് എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. നല്ല തീറ്റയാ. കെറ്റോനും കെറ്റോളും ഒരാളാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ. മനസ്സിലായി. ലവ് ലെറ്റർ ഒന്നും ഞാൻ വാങ്ങിക്കില്ല, എനിക്ക് നാണാവും. കുറച്ച് കറുത്തുപോയി. എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. സൈക്കിൾ ഒന്നിടിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടൂലോ. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്.
എന്റെ അനന്തരവനെ തല്ലിയല്ലേ? ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചെടുക്കുന്നതാണ് അബദ്ധം. ഇനി ഇവിടെ നിന്ന് വാവളിച്ചാറുണ്ടല്ലോ. കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. അല്ല, പോണ വഴിക്കെങ്ങാനും കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സദാശിവം കൈമളൊന്ന് കണ്ടേച്ച് പോകാന്ന് കരുതി. ആള് ഞാനാ, കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. കണ്ടുപിടിച്ചു. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഇവൻ മിണ്ടി. എന്താ ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ? നീ എന്നോട് മിണ്ടണ്ട, നമ്മ തമ്മിൽ ശരിയാവൂല. തന്റെ അനന്തരവൻ എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട്? ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പോ അവൻ എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. മിണ്ടാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ കല്യാണം നടക്കും. മിണ്ടാ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ മരണവും നടക്കും. പഴയ ഗംഗാധരനല്ല, ബന്ധുക്കാരനാ. അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂല. പിന്നെ പുറത്തേക്ക് വെക്കാൻ കാലം ഉണ്ടാവില്ല. മോനെ, ഞാൻ ആദ്യമായിട്ട് ഒന്നുകൂടി സംസാരിച്ചേ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ടാവും. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാവൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവനെ മറക്കരുത്. മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ? എന്റെ ചോരയ്ക്ക് എന്നേക്കാ വലിയ അവകാശികളുണ്ടെങ്കിലേ അത് ആരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. ആ മിണ്ടാപ്രാണിക്ക് ഒരു ജീവിതം കൊടുത്താ എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവുകയുള്ളൂ.